നമസ്കാരം. ട്രംപിന്റെയും നാറ്റോ മേധാവികളുടെയും ഭീഷണിക്ക് ഇന്ത്യ ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതിശക്തമായ രീതിയിലുള്ള കനത്ത രീതിയിലുള്ള ഒരു മറുപടി, അതായത് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അങ്ങനത്തെ ഒരു രീതിയിലാണ് നാറ്റോയ്ക്കും അതോടൊപ്പം തന്നെ ട്രംപിനും അടക്കം അടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് ഇന്ത്യ ഇന്നലെ നൽകിയത്. കൂടാതെ ഇങ്ങോട്ട് കയറി വന്ന് ഒരു വിരട്ടലും ഭീഷണിയും ഒന്നും വേണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യയുടെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. റഷ്യയിൽ നിന്നും ഇന്ത്യ അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങളുടെ വിമർശനത്തിൽ ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ വിക്രം ദുരൈസ്വാമി പൂർണ്ണമായി അമേരിക്കയുടെ ഭീഷണിയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നാറ്റോയ്ക്കും ട്രംപിനും ശക്തമായ മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നത്. ഒരു രാജ്യത്തും ഒറ്റയടിക്ക് സമ്പദ് വ്യവസ്ഥ ഞങ്ങളുടേത് അടച്ചുപൂട്ടാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കൃത്യമായി തന്നെ ദുരൈസ്വാമി പറഞ്ഞിരിക്കുന്നത്. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ വിസമ്മതിക്കുന്ന അതേ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജവും അതോടൊപ്പം തന്നെ അപൂർവ ധാതുക്കളും വാങ്ങുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും പല യൂറോപ്യൻ രാജ്യങ്ങളും പല സാധനങ്ങളും വാങ്ങാൻ മടിച്ചിരുന്നു. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ നിന്നും മാത്രം അവർ ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. കാരണം എണ്ണ ഉൾപ്പെടെ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അതിനുശേഷം നമ്മളിൽ നിന്നും മറ്റ് രാജ്യങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ കൂടുതൽ എണ്ണകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയും ഇന്നുണ്ട്. അതും ദുരൈസ്വാമി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം പൂട്ടിക്കെട്ടേണ്ടി വരുമെന്നാണ് ഇവർ ഒരു ഭീഷണി മുഴക്കുന്നത്. പക്ഷെ ആ ഭീഷണിക്കൊന്നും തന്നെ ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നതുമില്ല. അപ്പോൾ നാറ്റോയും അതോടൊപ്പം തന്നെ അമേരിക്കയും ഇന്ത്യക്ക് നേരെ എന്തൊരു ഭീഷണി മുഴക്കിയാലും ഇന്ത്യ അടുത്ത സ്റ്റെപ്പിൽ വെക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഒരുപാട് രാജ്യങ്ങൾ, മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളടക്കം ഇന്ത്യയിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെയും അവർക്കൊരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തും എന്ന ഒരു ഭീഷണി ഇന്ത്യ തന്നെ അമേരിക്കയുടെ മുന്നിലേക്ക് കൊണ്ട് വയ്ക്കുന്നുമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദുരൈസ്വാമി പറഞ്ഞത്, ഇന്ത്യയിൽ നിന്നും വാങ്ങാൻ വിസമ്മതിക്കുന്ന അതേ സ്രോതസ്സുകളിൽ നിന്നും പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ അപൂർവ ഭൂമിയും ഊർജ ഉത്പന്നങ്ങളും വാങ്ങാൻ കഴിയും. കൂടാതെ ഇത് പരസ്പര വിരുദ്ധമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ എന്നതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യ മുൻപ് മിഡിൽ ഈസ്റ്റിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങിയിരുന്നു. എന്നാൽ 2022 റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനും പാശ്ചാത്യ ഉപരോധങ്ങൾക്കും ശേഷം ബദൽ വാങ്ങുന്നവരെ ആകർഷിക്കുന്നതായി റഷ്യ വലിയ വിലക്കഴിവിലാണ് ഇപ്പോൾ എണ്ണ വിൽക്കുന്നത്. ഇന്ത്യ ഈ അവസരം സ്വാഭാവികമായി തന്നെ മുതലെടുക്കുകയും ചെയ്തു. കൂടാതെ നമ്മുടെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകൾ ഇപ്പോൾ മറ്റുള്ളവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു. ആ എണ്ണ, അത് ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങൾ എണ്ണ കുറഞ്ഞ വിലയിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. വിലകളും ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ അസംസ്കൃത എണ്ണയുടെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. കൂടാതെ അതിൽ നമുക്ക് എന്ത് മാർഗമാണ് ഉള്ളതെന്നും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പൂട്ടിക്കെട്ടാൻ ഇതൊക്കെ സാധിക്കുമോ എന്നാണ് ദുരൈസ്വാമി ചോദിക്കുന്നത്. റഷ്യയുമായി ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ചും കൃത്യമായ വിശദീകരണം ദുരൈസ്വാമി നൽകിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ സർക്കാരിനെയും നേതാവിനെയും മാത്രം അടിസ്ഥാനമാക്കി ഉള്ളതല്ല എന്നതും ഈ ബന്ധം ദീർഘകാലമായ സുരക്ഷാ സഹകരണമാണെന്നും ദുരൈസ്വാമി പറയുന്നുണ്ട്. ചില പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മുടെ ആയുധങ്ങൾ വിൽക്കാൻ വിസമ്മതിക്കുകയും അതേ ആയുധം നമ്മുടെ അയൽക്കാർക്ക് വിൽക്കുകയും ചെയ്തപ്പോൾ റഷ്യയാണ് നമ്മളെ സഹായിച്ചതെന്നും മറ്റു രാജ്യങ്ങളിൽ അവരുടെ ദേശീയ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കി ബന്ധം സ്ഥാപിക്കുന്നത് പോലെ ഇന്ത്യയും അതിന്റെ ഊർജവും തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അങ്ങനെ കൃത്യമായ മറുപടിയാണ് ഇന്ത്യ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.